നിക്കവിടെ. ഇവിടെ ധർമ്മം തരാനൊന്നുമില്ല. നിങ്ങൾ എന്താ മനുഷ്യനെ പറയണേ? അവള് ധർമ്മം പഠിക്കാൻ വന്നാണോ? അവള് നമ്മുടെ മരുമകളല്ലേ? മരുമകള് അന്തസ്സായി അരിയും പൂവറിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് കയറ്റിയ ഒരുപാട് മരുമക്കള് എന്റെ കുടുംബത്തുണ്ട്. അല്ലാതെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ തെരുവ് തെണ്ടികൾ എന്റെ മരുമക്കളല്ല. അമ്മേ, നമുക്ക് പോവാം. മോളെ സോനെ, അവിടെ നിക്ക്. മോളെ, അങ്ങേരുടെ സ്വഭാവം നിനക്കറിയാലോ. എന്താ നീ വന്നേ? മരിച്ചിട്ടില്ലെന്ന് പലരും പറഞ്ഞെങ്കിലും അപ്പുവേട്ടന്റെ ആൾരൂപം കത്തിച്ച ചിതാഭസ്മം തിരുവല്ലാമലയിലെ ഐവർമഠത്തിൽ ഒഴുക്കണം. പിന്നെ ആ ചടങ്ങ് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ചയില്ല ഏതുമോളുടെ എൻഗേജ്മെന്റ്. ഈ രണ്ട് കാര്യങ്ങളും നേരിട്ട് വന്ന് ചെറിയച്ഛനെയും ചെറിയമേനെയും ക്ഷണിക്കാനാ ഞങ്ങൾ വന്നത്. മോളെ, ഞാൻ വരും. അങ്ങേര് വന്നില്ലെങ്കിലും ഈ രണ്ട് ചടങ്ങിന് ഞാൻ വരും. അങ്ങേരിപ്പൊ പറഞ്ഞ അരിയും പൂവ് എറിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് കയറ്റിയവരെ കുറിച്ചും നീ എന്താണെന്നും എനിക്കറിയാം. നീ ഒരു മറ്റു മതക്കാരി ആയതുകൊണ്ട് നീ ചെയ്തതെല്ലാം കുറ്റപ്പെടുത്തുന്നവർ സ്വന്തം കാര്യം അറിയുന്നില്ല. സന്തോഷമായി ചെറിയമ്മേ. ആ, അപ്പോ പുലർച്ചെ 4 മണിക്കാ ആൾരൂപം കത്തിച്ച ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങ്. ജോത്സ്യം പറഞ്ഞത് എല്ലാ ബന്ധുക്കളും അതിൽ പങ്കെടുക്കണമെന്നാ, അല്ലെങ്കിൽ പല ദോഷങ്ങളും ഉണ്ടാവൂന്ന്. അപ്പോ ചെറിയമ്മ തലേ ദിവസം തന്നെ വരണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ഇപ്പൊ നിങ്ങളുടെ ആ പഴയ വീട്ടിൽ വന്നു അല്ലേ? ഗീതുമോളെ, എത്ര ദിവസം ലീവ് ഉണ്ട്? ഇപ്പൊ കോളേജിൽ വൈവയാണ്. എന്റെ കഴിഞ്ഞു. ഇനി ഈ 2 ചടങ്ങ് കഴിഞ്ഞേ ഞാൻ പോവുള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചെറിയമ്മേ. മോളെ, ഞാൻ താമസിക്കുന്നത് വയനാട്. ആനയും പുലിയും ഒക്കെയുള്ള വനത്തിന്റെ അകത്താ. 8 ഏക്കറയിൽ നടുക്കൊരു വീടാ. ഇഞ്ചി, മഞ്ഞള്, കപ്പ, ചേന, ചേമ്പ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു വന്യമൃഗങ്ങളും എന്റെ വിള നശിപ്പിക്കാൻ വന്നിട്ടില്ല. ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്താണെന്നറിയോ? എന്നെ പേടിക്കൊണ്ടാ. അങ്ങനെയുള്ള എന്നോട് നീ തർക്കിക്കാൻ വരല്ലേ, നീ കരിഞ്ഞു പോകും. ഞാനിവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല. എന്നെ ഇവിടേക്ക് സ്വീകരിച്ച ആളുകൾ വരട്ടെ, പറയട്ടെ, ഞാൻ പൊക്കോളാം. ഒരാൾക്കും വേണ്ടി നീ കാത്തുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഈ നിമിഷം ഇറങ്ങണം ഇവിടുന്ന്. ചെറിയച്ഛ, ഒരു സ്ത്രീ എന്ന പരിഗണനയെങ്കിലും കാട്ട്. ഞാൻ പൊക്കോളാം. അച്ഛനും അമ്മയും ഒന്ന് വന്നോട്ടെ. മര്യാദക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലടി. ചെറിയച്ഛ, എന്നെ വിട് ചെറിയച്ഛ. അച്ഛനും അമ്മയും വരട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാം. ചെറിയച്ഛ, എന്നെ വിട്. ഞാൻ പറയട്ടെ. ചെറിയച്ഛ, എന്നെ വിട്. ഞാനൊന്ന് പറയട്ടെ. ചെറിയച്ഛ, എന്നെ വിട്. ചെറിയച്ഛ, അച്ഛനും അമ്മയും വന്നിട്ട് ഞാൻ പൊക്കോളാം. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്നെ വിട്. ചെറിയച്ഛ, എന്നെ വിട്. ചെറിയച്ഛ, ചെറിയച്ഛ, നിനക്ക് ഞാനൊന്ന് പറയട്ടെ. ചെറിയച്ഛ, ചെറിയച്ഛ, കാണിച്ചു തരും. വിട്, എന്നെ വിട്. ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം ഇവിടെ. വിടെന്നെ. എന്നെ ശരിക്കറിയില്ല.
ചെറിയച്ച കുടിക്കായി ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ? എനിക്കിപ്പോ നിന്റെ ഒരു കോപ്പും വേണ്ട. നിന്നെ ആരെപ്പം കൊണ്ട് ക്ഷണിച്ചേ? എന്നെ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചതേ എന്റെ കെട്ടിയോണ്ട തന്ത. പ്രായമുള്ള ഒരാളല്ലേ, സുഖമില്ലാതെ കിടക്കല്ലേ എന്നൊക്കെ വിചാരിച്ചാ ചോദിച്ചത്. പിന്നെ ഇവിടെ ലക്ഷ്മി ഉണ്ടെന്ന് കരുതി കൂടുതൽ അങ്ങ് അഹങ്കരിക്കൊന്നും വേണ്ട. അവള് ഹോസ്പിറ്റലിൽ പോയിരിക്ക. ഇനി മലവും മൂത്രവും കോരനൊന്നും അവളെ കിട്ടില്ല. വേണ്ടടി, ഞാൻ ഇവിടെ കിടന്നങ്ങോട്ട് മുള്ളും. ഇത് എന്റെ വീടാ. ഇവിടെ എന്നോട് ആരും ചോദിക്കില്ല. ഇവിടെ കിടന്ന് മുള്ളുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പോവാ. വെള്ളം കുടിക്കാണ്ട് മരിക്കേണ്ടി വന്നാലും ഈ ഒരുമ്പുട്ടമുള്ള കൈ കൊണ്ട് പച്ച വെള്ളം ഞാൻ കുടിക്കില്ല. അയ്യോ നയാ പൈസ വേണ്ട, കയ്യിൽ നയാ പൈസ വേണ്ട. ചെറിച്ച ഞാൻ പോവാ. നാണ ഇല്ലാതെ ചോദിക്കുക. എന്തെങ്കിലും വേണോ? എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം കുടിക്കാതെ തൊണ്ട വരളുന്നുണ്ടല്ലേ? നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുറച്ചെടുക്കട്ടെ. കഞ്ഞി ഞാൻ പിന്നെ കുടിച്ചോളാം. എനിക്ക് കുറച്ച് വെള്ളം എന്താ? ആ ചെറിയച്ച വെള്ളം. പതുക്കെ പതുക്കെ. കുറച്ചുകൂടെ. കുറച്ചുകൂടി എന്താ? തരാം. മതിയോ? കയ്യില് നല്ല വേദനയുണ്ടോ ചെറിയച്ച? നല്ല വേദനയുണ്ട്. കടച്ചനാ കൂടുതല്. എല്ല് കൂടാനുള്ള ഗുളിക മുടങ്ങാതെ കഴിക്കണം. നല്ല പൊട്ടലുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തുകൊണ്ടാ ചെറിയച്ചനെ അവരെ അടിച്ചത്? അത് എന്നേക്കാൾ കൂടുതൽ ചെയ്യിച്ച നിനക്കല്ല അറിയുള്ളോ. വെറുതെ അല്ല വെള്ളം ഇറക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നോക്കുന്നതേ അപ്പേട്ടന്റെ ചെറിയച്ചനായോണ്ട് മാത്രമാ. എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെ കിടന്നോ. അമ്മേ, ഇവിടെ നടന്ന സംഭവമൊന്നും ആരോടും പറയണ്ട. അത് നമ്മളിൽ തന്നെ നിൽക്കട്ടെ. നമ്മളെ തെരുവ് തെണ്ടികളെന്ന് വിളിച്ചില്ലേ, അയാൾ ഒരു ദിവസം തെണ്ടി പെറുക്കി നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ വരും. അന്ന് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം. അമ്മ എന്തിനാ പേടിക്കണേ? അമ്മയ്ക്ക് മാന്യമായി ജീവിക്കാൻ അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടിയില്ലേ? അയാൾ എന്നെ എന്തു വേണമെങ്കിലും വിളിച്ചോട്ടെ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. ഞാനിതൊക്കെ ഒത്തിരി കേട്ടതാ. സാമാന്യ മര്യാദ അനുസരിച്ച് ഇത്ര ദൂരം യാത്ര ചെയ്തു വന്ന ഒരാളെ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിലും പുറത്തിരുത്തി ഒരു ഗ്ലാസ് വെള്ളം തന്നൂടെ? ആ ഒരു മര്യാദയില്ലാത്ത ഒരു മൂരാച്ചി അയാള്. വന്നത് നമ്മുടെ തെറ്റാ. അമ്മ വാ. അതെ, അഹങ്കാരാവാം. ഇതിത്ര അതിര് കടക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാളൊരു കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മര്യാദ കാണിക്കണം. അല്ലാതെ വീട്ടിൽ വരുന്ന ഒരു ആട്ടിപ്പായ്ക്കലല്ല മര്യാദ. എടീ, ആ പെറുക്കി എന്ത് തേനും പാലും തന്നാലും എത്ര പൂ കൊണ്ട് അഭിഷേകം ചെയ്താലും എന്റെ മനസ്സിൽ അവൾ പഴച്ചവളാ. ആരേരുമില്ലാത്ത തെരുവ് തണ്ടി. നിങ്ങൾ കുറച്ചു നാളായാലും പറയുന്ന അവൾ പിഴച്ചവളാണെന്ന്.
അവള് നല്ല അന്തസ്സോട് കൂടി ജീവിച്ചവളാ. അപ്പൊ അവളെ പൊന്നു പോലെ നോക്കിയത്. അങ്ങനെ പേടിച്ചു നടക്കേണ്ട ഗതികേടൊന്നും സോനയ്ക്കില്ല. ഓ പിന്നെ പോലീസുകാരൻ ചന്ദ്രപ്പന് ഇവളെ ഒരു നോട്ടുണ്ടായിരുന്നു. അന്ന് അതിന്ന് പേടിച്ചിട്ടാണല്ലോ അവള് സ്കൂളിലെ ക്ലാസ് റൂമിൽ കിടന്നുറങ്ങിയത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 38 വർഷമായി. എങ്ങനെയോ 3 പിള്ളേര് ജനിച്ചു എന്നല്ലാതെ സന്തോഷകരമായൊരു ജീവിതാനുഭവം നിങ്ങൾക്കുണ്ടോ? എന്തിനു ഓർക്കാനായിട്ട് എന്തെങ്കിലും കല്യാണത്തിനോ മരണത്തിനോ ഒരുമിച്ച് പോയാ തിരിച്ചു വരുന്നത് ഞാൻ ഒറ്റയ്ക്കാ. നിങ്ങളവിടെ കുടിച്ചു കൂത്താടി നാട്ടുകാരെ കുറ്റം പറഞ്ഞ് അവിടെ ഇരിക്കും. ഇതൊന്നല്ല കുടുംബജീവിതം. 25 കൊല്ലമേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളെങ്കിലും 250 കൊല്ലം ജീവിച്ച അനുഭവം അവർക്കുള്ളത്. കൊറേ കാലായി ഇവളെന്നെ എതിർത്തു തുടങ്ങിട്ട്. ഇവളുടെ മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായോ? ആഹാ, അജയനോ? അർജുൻ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല. ഞങ്ങൾ ഒരുമിച്ചാ അവിടുന്ന് ഇറങ്ങിയത്. ഞാൻ ക്ഷേത്രത്തിൽ കയറി. അവ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാ പോയത്. അവൻ വരും വഴിക്ക് എവിടെങ്കിലും കേറി കാണും. വല്യച്ഛനും വല്യമ്മയും അനിയൻകുട്ടിന്റെ അടുത്ത് പോയി വന്നിട്ടില്ല. തറവാട്ടിലാണെങ്കിൽ ഞാനും അർജുനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോനയെടുത്തും ഗീതുവിനെയും വിളിച്ചുകൊണ്ട് വരാൻ അവ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്തിയിരിക്കും. ആ, അജയനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അല്ല അജയ, ഈ ക്ഷേത്രത്തിൽ പോകുന്ന പതിവൊന്നുമില്ലല്ലോ. മനസ്സിലൊരു വിഷമം തോന്നുമ്പോഴല്ലേ നമ്മൾ ഈശ്വരനെ കാണാൻ പോകുന്നത്. ഇതും അങ്ങനെ ഒരു ചടങ്ങ്. പിന്നെ ആ ലക്ഷ്മി ഓരോന്ന് പറഞ്ഞെന്ന് വെച്ച് സോനയെടുത്ത് ഇവിടെ താമസിക്കണ്ട, തറവാട്ടിലേക്ക് വരണം. അവള് മനസ്സിൽ പലതും കുറിച്ചിട്ടുള്ള പാരപണിയില്ല. അവിടുന്ന് സോനയെടുത്തി മാറി നിൽക്കുമ്പോ അവൾക്കെന്തോ ജയിച്ച ഭാവമാ. നഷ്ടം തറവാട്ടിലുള്ള എല്ലാവർക്കുമാ. അറിയാം. എന്നാലും ഞാൻ കാരണം അവിടെ ആരുടെയും സ്വസ്ഥത കളയണ്ടല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാനും അർജുനും സോനയെടുത്തിയും അപ്പേട്ടിനെയും കുറിച്ചായിരുന്നു സംസാരം. ആ, ചെറിയച്ഛനോ? എപ്പോ വന്നു? ഞാൻ അതേ മോളെ വന്ന് കയറിയതേ ഉള്ളൂ. അജയ, ഞങ്ങൾ ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നതൊന്നുമല്ല. എന്നാ ലക്ഷ്മിയുടെ വാക്ക് കേട്ട് പിണങ്ങി വന്നതുമല്ല. അവിടുത്തെ സൗകര്യം പോരാഞ്ഞിട്ടുമല്ല. ഞാനും എൻ്റെ അപ്പുവേട്ടനും ഞങ്ങളുടെ മക്കളുടെ കൂടെ ഒരുപാട് സന്തോഷകരമായി കഴിഞ്ഞിരുന്ന ചില ഓർമ്മകൾ ഇവിടെയുണ്ട്. കൊച്ചു വീടാണെങ്കിലും ഇവിടുത്തെ ഓരോ മുറികളും സമ്മാനിച്ചത് ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. കൊള്ളാം. പഴംപൊരി എങ്ങനെയുണ്ട്? ഓ, നിന്നെ പോലെ തന്നെ നല്ല മധുര